ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ദ കൊമേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് GSTയിലൊരു ടോപ്പിക്കാണ്, അഥവാ ITC എന്ന് പറയും. അപ്പോൾ എന്താണ് ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് നോക്കാം. ITC മീൻസ് ദ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ്. അതായത് GSTയിലെ തന്നെ വളരെ ഏറ്റവും ചെറിയൊരു ഡെഫിനേഷനാണ് ITCക്കുള്ളത്. ഒരു റീറ്റെയിലർ, അയാളുടെ ജോലി എന്താണ്? അയാളൊരു ഗുഡ്സ് വാങ്ങിച്ചിട്ട്, ഹോൾസെയിലറിൻ്റെ വാങ്ങിച്ചിട്ട് അത് റീറ്റെയിൽ ചെയ്യും. അതുപോലെ തന്നെ മാനുഫാക്ചർ, അയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് ഒരു സപ്ലയറിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് വെച്ചൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യും കസ്റ്റമർക്ക്. അപ്പോൾ ആരോ ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ മാനുഫാക്ചർ ആയിക്കോട്ടെ, റീറ്റെയിലർ ആയിക്കോട്ടെ, അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരിടത്തു നിന്നും പ്രോഡക്റ്റ് വാങ്ങുകയാണ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങുകയാണ്. അപ്പം അവർക്ക് എങ്ങനെയാണ് GST ആപ്ലിക്കബിൾ ആവുന്നതെന്ന്, അല്ലെങ്കിൽ ITC ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു റീറ്റെയിലർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ, അവരുടെ കേസിൽ നിന്ന് ആലോചിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യുക? ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. ഒരു 80,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ ആ 80,000 രൂപയ്ക്ക് GST സപ്പോസ് ഒരു 18% വിചാരിക്കാം. അപ്പോൾ 80,000-ൻ്റെ 18% 14,400 രൂപയാണ് ടാക്സ് എമൗണ്ട്. അപ്പം ഈ വാങ്ങുന്ന വ്യക്തി GST എമൗണ്ട് ആയിട്ടുള്ള 14,400 രൂപയും കൊടുക്കണം. ആ ഗുഡ്സിൻ്റെ ഒറിജിനൽ വാല്യൂ 80,000 രൂപ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 94,400 രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് ആ വ്യക്തിക്ക്, ആരുടെ കയ്യിൽ നിന്നാണോ ഗുഡ്സ് വാങ്ങുന്നത് അയാൾക്ക് കൊടുക്കണം. അപ്പോൾ അയാൾ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GST എമൗണ്ട് ഇയാൾ ഗവൺമെൻറ്റിന് കൊടുക്കും, അല്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഈ 94,400 നിന്ന് 14,400 GST എമൗണ്ട് കൊടുത്തിട്ട് ബാക്കി 80,000 രൂപ ഇയാളുടെ ഗുഡ്സിൻ്റെ വാല്യൂ ആണ്, അത് അയാൾ സ്വന്തമായിട്ട് എടുക്കും. എന്നിട്ട് നമ്മുടെ റീറ്റെയിലർ എന്ത് ചെയ്യും? അത് റീറ്റെയിൽ ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കും. അല്ലെങ്കിൽ മാനുഫാക്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് വെച്ച് ആ ഗുഡ്സ് റോ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കസ്റ്റമർക്ക് കൊടുക്കും. അപ്പം ഏത് കേസാണെങ്കിലും, അപ്പോൾ അവർക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു 14,400 രൂപ GST എമൗണ്ട്, 18% അവരുടെ കയ്യിൽ നിന്ന് പോയി. അതായത് ഗുഡ്സിൻ്റെ വാല്യൂവിന് പുറമെയാണ് ഈ 14,400 GST ആയിട്ട് പോയത്. അപ്പം ഇതെങ്ങനെ അവർ തിരിച്ചു പിടിക്കും? അപ്പോൾ അതാണ് ITC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, അവർ ആ ഗുഡ്സിന് സെയിൽ ചെയ്യുന്നത് 85,000 രൂപയ്ക്കാണ്. ഓൾറെഡി 80,000 രൂപയുടെ ഗുഡ്സാണ്, അതിനകത്ത് 18% GST ആയിട്ടുണ്ട്. ഈ ഗുഡ്സ് ഇവരുണ്ടാക്കിയിട്ട് ഇവർ കസ്റ്റമർക്ക് കൊടുക്കുന്നത് 85,000 രൂപയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് 18% ടാക്സ് GST എമൗണ്ട്. അപ്പോൾ ഈ 85,000-ൻ്റെ 18% 15,300 രൂപ. അപ്പോൾ ഈ 15,300-ഉം 85,000-ഉം കൂടെ ചേർത്തിട്ട് നമ്മുടെ റീറ്റെയിലർ അല്ലെങ്കിൽ മാനുഫാക്ചർക്ക് ആ കസ്റ്റമർ കൊടുക്കുന്നു. അപ്പോൾ 85,000 പ്ലസ് 15,300, 1,300,000 രൂപയാണ് ടോട്ടൽ ഇപ്പോൾ ഇയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ GST അടച്ചിട്ടാണ് ആ ഗുഡ്സ് എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും നമുക്ക് ആ GST പിടിക്കാം. അപ്പോൾ ടോട്ടൽ എങ്ങനെ? 1,300,000 രൂപയാണ് ഈ വാല്യൂ. അപ്പോൾ ഇനിയാണ് ITCയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ആ വാല്യൂ വിട്ട് കളഞ്ഞേക്കും, നമുക്ക് GST എമൗണ്ട് മാത്രം നോക്കാം. ഇപ്പം നമ്മുടെ റീറ്റെയിലർ അല്ലെങ്കിൽ മാനുഫാക്ചറർ അയാളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന GST എമൗണ്ട് എന്ന് വെച്ചാൽ 15,300 അതായത് 85,000-ൻ്റെ 18% 15,300 രൂപ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ റീറ്റെയിലർക്ക് നേരത്തെ ചിലവായിട്ടുള്ള 14,400 രൂപ GST പിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് അയാൾ കൊടുത്തതാണ്. അപ്പോൾ ഈ 15,300-ൽ നിന്ന് 14,400 രൂപ പിടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ 900 രൂപയാണ് അതായത് ഈ റീറ്റെയിലർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പം അവിടെ GST ഗവൺമെൻറ്റിന് വീണ്ടും പേ ചെയ്യേണ്ടിയും വന്നു. ഈ എക്സ്ട്രാ എമൗണ്ട്, അതായത് നമ്മുടെ റീറ്റെയിലർക്ക് നഷ്ടമായിട്ടുള്ള 14,400 രൂപ ഈ 15,300-ൽ നിന്ന് അയാൾക്ക് പിടിക്കുകയും ചെയ്യാം. അപ്പം ഈ ഒരു പ്രോസസ്സ്, അപ്പോൾ ഇവിടെ ഇയാൾക്ക് ITC അവൈലബിൾ ആയതുകൊണ്ടാണ് ഈ ഒരു 14,400 തിരിച്ചു കിട്ടിയത്. അപ്പോൾ GST അറിഞ്ഞിരിക്കേണ്ട, എല്ലാവരും അറിയേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ITC എന്ന് പറയുന്നത്. അപ്പം ഇതിന് പുറമെ ഇതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.